തമിഴ്നാട് മേഖലയിലും നാടുകാണി ചുരത്തിലും കനത്ത മഴ. നാടുകാണി ഒന്നാം വളവിൽ കൂറ്റൻ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കാരക്കോടൻ പുഴയിലും കോരൻ പുഴയിലും വെള്ളം കയറി. കൃഷിയിടങ്ങളിലേക്കടക്കം വെള്ളം കയറി. മഴ കുറയാത്തത് മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. നാടുകാണി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഒന്നാം വളവിന് മുകളിലാണ് മരം വീണത്. വലിയ മരമാണ് റോഡിലേക്ക് പതിച്ചത്. ഇന്ന് 6:30ഓടെയാണ് സംഭവം. വഴിക്കടവ് പോലീസ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റാനുള്ള നടപടി തുടങ്ങി. മരം വീണതോടെ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ചുരത്തിൽ അനുഭവപ്പെടുന്നത്. നാടുകാണി ചുരത്തിലും വനമേഖലയിലും മഴ ശക്തമായതോടെ കാരക്കോടൻ പുഴയിലും കോരൻ പുഴയിലും വെള്ളം ഉയരുകയാണ്. ആനമറയിൽ നിന്നും ഉത്ഭവിക്കുന്ന പൂവത്തിപ്പോയിൽ അത്തിത്തോട് കരകവിഞ്ഞ് ഒഴുകി ഡീസന്റ് നഗറിലെ 3 വീടുകളിൽ വെള്ളം കയറി. കോരൻ പുഴയിൽ ജലവിധാനം ഉയർന്നതോടെ വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലെ 7 കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 2 മണിക്കൂർ മുമ്പ് തുടങ്ങിയ മഴ ശമനമില്ലാതെ തുടരുകയാണ്. A+ വിഷൻ, വഴിക്കടവ്. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.